നിങ്ങൾ ടാറ്റ ന്യൂ ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ മൊബൈൽ ആപ്പ് ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ കാര്യമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് പ്രധാനമായിട്ടും ഹോം പേജിൻ്റെ യിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു നാവിഗേഷനിലൊക്കെ കുറച്ചുകൂടി സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പ്രധാനമായിട്ടും കുറച്ച് കൂളസ്റ്റ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ടാറ്റ ന്യൂ ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ പരിചയപ്പെടാം. അതുപോലെ തന്നെ ടാറ്റ ന്യൂ ആപ്പിൻ്റെ റിവാർഡ് സിസ്റ്റം, അതായത് ടാറ്റ ന്യൂ കോയിൻ നമുക്ക് എങ്ങനെ നേടാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോയിലേക്ക് കടക്കുന്നു. വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ ഈ ഒരു ടാറ്റ ന്യൂ ആപ്പിനെ പറ്റി ഇതുവരെ കേൾക്കാത്തവർക്കായിട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു സൂപ്പർ ആപ്പാണ് ടാറ്റ ന്യൂ. നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ കുറേയധികം ബ്രാൻഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടാറ്റ ക്രോമ, ടാറ്റ ക്ലിക്ക്, എയർ ഇന്ത്യ, അങ്ങനെ കുറേയധികം ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബ്രാൻഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെയും വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെയും മൊബൈൽ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് പകരമായിട്ട് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ഒട്ടുമിക്ക സർവീസസും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ബിഗ് ബാസ്ക്കറ്റിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അത് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി ചെയ്യാം. ഇനിയിപ്പോൾ മെഡിസിൻ ഓർഡർ ചെയ്യണം, അതിനായിട്ട് 1mg ആപ്പ് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അത് നമുക്ക് ഈ ഒരു ആപ്പ് വഴി ചെയ്യാം. ക്രോമ, ടാറ്റ ക്ലിക്ക്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഈ പറഞ്ഞ രീതിയിൽ ഒട്ടുമിക്ക സർവീസസ് നമുക്ക് ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ബെനിഫിറ്റ്, ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി സർവീസസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് നൽകുന്നു എന്നുള്ളതാണ്. ടാറ്റ ന്യൂ കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു കോയിനിന്റെ വാല്യൂ ₹1. ടാറ്റ ന്യൂ ആപ്പ് വഴിയുള്ള ഇയർലി സ്പെൻഡിങ് അനുസരിച്ച് നമുക്ക് ഓരോരോ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്പ്ലോറർ മുതൽ ലെജൻഡ് വരെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അപ് ടു 5% ടാറ്റ ന്യൂ കോയിൻസ് നമുക്ക് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നേടാം. അത് കൂടാതെ ഒരു ടാറ്റ ന്യൂ ആപ്പ് SBI കാർഡ്സുമായിട്ട് ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് HDFC ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടൊക്കെ കോ ബ്രാൻഡഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴിയും അപ് ടു 5% വരെ ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടാറ്റ ന്യൂ പാസും ഈ ഒരു കാർഡ് നമുക്കുണ്ടെങ്കിൽ അപ് ടു 10% വരെ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി നേടുവാനായി സാധിക്കും. ഈ ഒരു ടാറ്റ ന്യൂ 2 വേരിയന്റ് കോ ബ്രാൻഡഡ് കാർഡുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്, പ്ലസും അതുപോലെ തന്നെ ഇൻഫിനിറ്റിയും. 2 കാർഡുകളെ പറ്റിയും ഇതിനു മുമ്പ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം വഴി അവരുടെ ഈ ടാറ്റ ഗ്രൂപ്പിൽ നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് നല്ലൊരു ബെനിഫിറ്റ് തന്നെ നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടുന്ന റിവാർഡ്, അതായത് ന്യൂ കോയിൻസ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ന്യൂ കോയിൻ ₹1 ഇക്വലന്റ് ആണ്. ഇങ്ങനെ കിട്ടുന്ന ന്യൂ കോയിൻസ് നമുക്ക് ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം വഴി തന്നെ റെഡീം ചെയ്യാം. ലൈക്ക് ഇപ്പോൾ എയർ ഇന്ത്യയിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം. തനിഷ്കിൽ നിന്ന് ജ്വല്ലറി പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ ക്രോമയിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. 1mg മെഡിസിൻ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിൽ തന്നെ നമുക്ക് ആ കോയിൻസ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോറിൽ റെഡീം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്രോമ സ്റ്റോറിൽ റെഡീം ചെയ്യാം. പിന്നെ IHCL ഹോട്ടൽ നെറ്റ്വർക്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ന്യൂ കോയിൻസ് നമുക്ക് റെഡീം ചെയ്യാം. ഇനി ഏറ്റവും പുതിയ വെർഷൻ ടാറ്റ ന്യൂ ആപ്പ് വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് പുതിയ വെർഷൻ ടാറ്റ ന്യൂ ആപ്പിൻ്റെ ഹോം പേജ്. പഴയ ഹോം പേജോട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ് ഹോം പേജ് എന്ന് പറയുന്നത്. ടോപ്പിലായിട്ട് സെർച്ച് ഓപ്ഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ കുറേയധികം ബ്രാൻഡ്സിൻ്റെ സർവീസും കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നമുക്കത് ഇവിടെ കാറ്റഗറി വൈസ് അവൈലബിൾ ആണ്. കൂടാതെ സെർച്ച് എടുക്കണമെങ്കിൽ ഇവിടെ സെർച്ച് എടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ആണ് ചെയ്യണമെങ്കിൽ അതിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു കാറ്റഗറി ലിസ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു വാലറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ അത് ഉണ്ടെങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ലിസ്റ്റായിട്ട് വരും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ മെഡിസിൻ എന്തെങ്കിലും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുക. അപ്പോൾ 1mg മെഡിസിൻ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റായിട്ട് വരും. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സെർച്ച് എടുക്കാൻ ഒരു സെർച്ച് ബാറുണ്ട്. അതിന് താഴെയായിട്ട് വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. സെൻഡ് മണി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് UPI വഴി പേയ്മെൻറ്റ് സെൻഡ് ചെയ്യാം. നമുക്ക് പ്രീപെയ്ഡ് റീചാർജുകൾ ചെയ്യാം. പിന്നെ പേ ബിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള വിവിധതരം ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു തവണ ഈ ഒരു റീചാർജ് ആണെങ്കിലും ബിൽ പേയ്മെൻറ്റിൻ്റെ ബില്ലർ ആണെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലിസ്റ്റായിട്ട് എടുക്കും. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ റീചാർജ് ആണെങ്കിൽ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകും. അതിൻ്റെ നമ്മൾ റീചാർജ് ചെയ്ത എമൗണ്ട്, ലാസ്റ്റ് ചെയ്ത ഡേറ്റ് ഒക്കെ അവിടെ ഉണ്ടാകും. അത് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ബിഗ് ബാസ്ക്കറ്റ് ആണ്. നിങ്ങൾക്ക് ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യണം, നിങ്ങളുടെ ഏരിയയിൽ ബിഗ് ബാസ്ക്കറ്റ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ അതിന് താഴെ വരുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈ ന്യൂ കോയിൻസിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു ആപ്പിനുള്ളിലെ സ്പെൻഡിങ് ലാസ്റ്റ് 365 ഡേയ്സിലെ സ്പെൻഡിങ് അനുസരിച്ച് നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ലെജൻഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്, ഇതിലെ ടോപ്പ് കാറ്റഗറിയാണ്. അപ്പോൾ അത് ലെജൻഡ് കൂടാതെ എക്സ്പ്ലോറർ ഉണ്ട്, പിന്നെ ഇൻസൈഡർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് ഞാനിപ്പോൾ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ എത്തി നിൽക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ലെജൻഡ് മെമ്പറിൻ്റെ വാലിഡിറ്റി എത്ര തീയതി ഉണ്ടെന്ന് മുകളിൽ കാണുവാനായിട്ട് സാധിക്കും.
പിന്നെ ഇപ്പോൾ എത്ര ന്യൂ കോയിൻ ഉണ്ടെന്ന് കാണാൻ എനിക്കിപ്പോൾ 721 ന്യൂ കോയിൻസ് ആണുള്ളത്. ഇനി ഒരു ലെജൻഡ് എന്ന് പറഞ്ഞ ടയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 365 ഡേയ്സിൽ 5 മുകളിൽ ഓർഡർ പ്ലേസ് ചെയ്യണം. അത് ഞാൻ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ക്രൈറ്റീരിയ 40,000 രൂപക്ക് മിനിമം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഈ ഒരു ആപ്പിൽ. അതിപ്പോൾ 12,900 ആയിട്ടുള്ളൂ. സോ അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2027 ജനുവരി 29 മുമ്പായിട്ട് ഒരു 40,000 രൂപ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെജൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഈ ഓരോ കാറ്റഗറിക്കും ഓരോ ബെനിഫിറ്റ് ആണ് വരുന്നത്. എക്സ്പ്ലോറർ, ഇൻസൈഡർ, എലൈറ്റ്, ലെജൻഡ്. ടാറ്റാന്യൂ കാർഡ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് 5% ബെനിഫിറ്റ് കിട്ടും. പിന്നെ ടാറ്റാന്യൂ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂ കോയിൻസിൽ വ്യത്യാസമുണ്ട്. എക്സ്പ്ലോറർ ആണെങ്കിൽ 1%, ഇൻസൈഡർ ആണെങ്കിൽ 2%, എലൈറ്റ് ആണെങ്കിൽ 3%, ലെജൻഡ് ആണെങ്കിൽ 5% എന്ന രീതിയിൽ നമുക്ക് ന്യൂ കോയിൻസ് നേടാം ടാറ്റാന്യൂ കാർഡ് ഇല്ലെങ്കിലും. പിന്നെ ബർത്ത് ഡേയിൽ നമുക്ക് ന്യൂ കോയിൻ ബോണസ് നമുക്ക് എലൈറ്റ് ആണെങ്കിൽ നമുക്ക് 2 ഇരട്ടി കിട്ടും, ലെജൻഡ് ആണെങ്കിലും 2x കിട്ടും. പിന്നെ ബ്രാൻഡ് മെമ്പർഷിപ്പ് നമുക്ക് എക്സ്പ്ലോററിൽ കിട്ടില്ല, ഇൻസൈഡർ, എലൈറ്റ്, ലെജൻഡിലേക്ക് കിട്ടും. പിന്നെ എക്സ്ക്ലൂസീവ് വൗച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലോറർ ആണെങ്കിൽ അപ് ടു 5K, ഇൻസൈഡർ ആണെങ്കിൽ അപ് ടു 8K വെറുതായിട്ടുള്ള വൗച്ചേഴ്സ് കിട്ടും, എലൈറ്റ് ആണെങ്കിൽ 12K വെറുതായിട്ടുള്ളത്, ലെജൻഡ് ആണെങ്കിൽ അപ് ടു 50K വെറുതായിട്ടുള്ള വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. സോ ഇതൊക്കെയാണ് ഈ ഒരു ടാറ്റാന്യൂ പാസിലെ ഓരോ കാറ്റഗറിക്കും അനുസരിച്ചുള്ള ബെനിഫിറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാണുന്നതാണ്, നിങ്ങൾ ആപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ്പ്ലോറർ ആയിരിക്കും, പിന്നെ നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് 5,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻസൈഡർ ആകും, പിന്നെ നിങ്ങൾ 3 ഓർഡർ പ്ലേസ് ചെയ്തു 20,000 രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എലൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറി വരും. പിന്നെ ലാസ്റ്റ് 365 ഡേയ്സിൽ 5 മുകളിൽ ഓർഡർ പ്ലേസ് ചെയ്ത് 40,000 രൂപക്ക് മിനിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ നമ്മളെത്തും. ഇപ്പോൾ ഞാൻ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ്, അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലാബ് ഓർഡറിൽ 20% ഓഫ്, പിന്നെ മാക്സ്റ്ററിൽ നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ ഓഫ്, പിന്നെ ടാറ്റ ക്ലിക്ക് ലക്ഷറി ഓർഡറിൽ 1000 രൂപ ഫ്ലാറ്റ് ഓഫ്, അങ്ങനെ ഓരോരോ ബ്രാൻഡിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാനിതിൽ ആകെ ഉപയോഗിച്ചത് ഈ ഒരു സ്പോട്ടിഫൈയുടെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്, 4 മാസം ഫ്രീ ആയിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ പ്രീമിയം, അത് ഞാൻ റെഡീം ചെയ്തു. ബാക്കിയൊന്നും എനിക്കങ്ങനെ അധികം യൂസ്ഫുൾ അല്ല. ടാറ്റ ക്ലിക്കിൽ ഫാഷൻ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ 200 രൂപ ഡിസ്കൗണ്ട് നേടാം. പിന്നെ IHCL ഹോട്ടലിൽ റൂം ബുക്കിങ്ങിൽ 20% ഓഫ്, പിന്നെ IHCL സ്പാ സർവീസസിൽ ഓഫ്, പിന്നെ IHCL ഫുഡ് ആൻഡ് ബിവറേജസിൽ 20% ഓഫ്, അങ്ങനെയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാം റെഡീം ചെയ്യാം. അപ് ടു 15,000 രൂപയുടെ വെറുതായിട്ടുള്ള ബെനിഫിറ്റാണ് ഈ ഒരു സെക്ഷനിൽ, അതായത് ലെജൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ 200 രൂപ ഡിസ്കൗണ്ട് നേടാം, പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ 1000 രൂപ ഡിസ്കൗണ്ട് നേടാം. അങ്ങനെ കുറേ അധികം ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടാറ്റാന്യൂ പാസ് കാറ്റഗറി ഏതാണോ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ആയിരിക്കും ഇവിടെ ലിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അവൈലബിൾ 721 ന്യൂ കോയിൻസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് എക്സ്പയർ ആകും അതൊക്കെ കാണാം. ഇപ്പോൾ 2027 ജനുവരി 31 ഇത്രയും കോയിൻസ് എക്സ്പയർ ആകും, അതിന് മുമ്പായിട്ട് റെഡീം ചെയ്യണം. ഇതുവരെയുള്ള എൻ്റെ ജേണി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൊത്തം 55,284 ന്യൂ കോയിൻസ് ആണ് കിട്ടിയത്. അതായത് ഇക്വലൻ്റ് ടു 55,284 രൂപ. അത് ഷോപ്പിംഗ് ആൻഡ് ബുക്കിംഗ് വഴി എനിക്ക് 41,122 ന്യൂ കോയിൻസ് കിട്ടി. പിന്നെ എനിക്ക് ടാറ്റാന്യൂ കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് 14,162 ന്യൂ കോയിൻസ് കിട്ടി. അങ്ങനെ മൊത്തം 55,254 ന്യൂ കോയിൻസ് ആണ് കിട്ടിയത്. സോ എനിക്ക് ഈ ഒരു ടാറ്റാന്യൂ ആപ്പ് ഉപയോഗിച്ചതിലൂടെയും അതുപോലെ തന്നെ ടാറ്റാന്യൂ കാർഡ് ഉപയോഗിച്ചതിലൂടെയും എനിക്കവിടെ 55,284 രൂപ എനിക്കവിടെ റിട്ടേൺ ഒരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് എന്ന രീതിയിൽ എനിക്ക് അവിടെ കിട്ടി. ഞാനിപ്പോൾ ആ ഒരു സ്പെൻഡിങ് എൻ്റെ നോർമൽ ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്താലോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി ചെയ്താലോ UPI വഴി ചെയ്താലോ എനിക്ക് ഈ ബെനിഫിറ്റ് കിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ടാറ്റാന്യൂ ആപ്പ് വഴിയും അതുപോലെ തന്നെ ടാറ്റാന്യൂ കാർഡ് വഴി ഉപയോഗിച്ചതുകൊണ്ടാണ് എനിക്കവിടെ ഇത്ര എമൗണ്ട്, അതായത് 55,284 രൂപ സേവ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ഫസ്റ്റ് ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ കോയിൻസിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഇവിടെ ഇൻഫിനിറ്റി കാർഡ് എന്ന് പറഞ്ഞ് കാണാം. അതായത് എനിക്കിപ്പോൾ ടാറ്റാന്യൂടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കാർഡ് വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ പ്ലസ് വേരിയൻ്റ് കാർഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഇനിയിപ്പോൾ കാർഡ് ഇല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർഡിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് വരും. നമുക്ക് ഡിജിറ്റലി ആ ഒരു കാർഡ് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ HDFC ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ആകുന്നത്. നമുക്ക് കാർഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം, പിന്നെ ഹെൽപ്പ് സെക്ഷൻ, പിന്നെ എത്ര രൂപ ഞാൻ ഉപയോഗിച്ചു, അവൈലബിൾ ലിമിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ആ ഒരു കാർഡിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഓഫർ സോൺ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ടോപ്പ് ബ്രാൻഡ്സിൽ നമുക്ക് 5% ഫ്ലാറ്റ് ഓഫർ, പിന്നെ ആപ്പിൾ പ്രൊഡക്റ്റിൽ ഓഫർ, IHCL, പിന്നെ മക്ഡൊണാൾഡ്സിൽ, അങ്ങനെ നമുക്ക് ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഓഫറുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഓഫർ സോൺ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ലിസ്റ്റ് ഔട്ടായി കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ടാറ്റാന്യൂ കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. ആ എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് എവിടെയൊക്കെ കിട്ടും അത് നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് പുതുതായിട്ട് നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ഇൻഫിനിറ്റി കാർഡാണ്, ഡൊമസ്റ്റിക് ലോഞ്ച് 8 എണ്ണം ഒരു വർഷം കിട്ടും, ഇൻ്റർനാഷണൽ ആണെങ്കിൽ 4 എണ്ണം കിട്ടും. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ഔട്ടാക്കി കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ വൗച്ചർ നോട്ടിഫിക്കേഷൻ, വൗച്ചർ യൂസേജ്, പിന്നെ നമുക്ക് ഏതൊക്കെ എയർപോർട്ടിൽ
വീട്ടിൽ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടുമെന്നൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാം, ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും. നെക്സ്റ്റ് വരുന്ന മറ്റൊരു സെക്ഷൻ ഫൈനാൻസ് ആണ്. ടേം ഇൻഷുറൻസ്, പേഴ്സണൽ ലോൺ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, പിന്നെ FD ആൻഡ് ബോൺസ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള അവരുടെ ഫൈനാൻസ് റിലേറ്റഡ് സെക്ഷനാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ഫോറക്സ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അപ്ലൈയും പ്രോസസ്സും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഗോൾഡ് ലോൺ, ക്രെഡിറ്റ് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് മാസത്തിൽ ഒരു തവണ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇക്വിഫാക്സ് സ്കോറാണ് നമുക്ക് ചെക്ക് ചെയ്ത് കിട്ടുക. സോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എല്ലാ മാസവും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യണം, റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കാം. ഇക്വിഫാക്സിൻ്റെ കിട്ടുന്ന സിബിൽ എല്ലാ ഒരു കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ പോയിന്റിലേക്ക് വ്യത്യാസം ഉണ്ടാവും. സിബിലാണെങ്കിൽ 900-700 കിട്ടുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ കാണാം 900 തന്നെയാണ്, പക്ഷേ അതിൻ്റെ റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ 857 കാണിച്ചിരിക്കും. സോ അങ്ങനെയുള്ള വ്യത്യാസം വരും. പക്ഷേ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന ഹോട്ടൽസ് ആണ്. നമുക്ക് IHCL ഹോട്ടൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് കൂടി തന്നെ ബുക്ക് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ലിസ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഈ സെക്ഷനിൽ ടാറ്റ ക്രോമയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം. ടാറ്റ ക്രോമയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി ഒരു ആപ്പ് കൂടി തന്നെ ചെയ്യാം. പിന്നെ ആപ്പിൻ്റെ താഴെ നമുക്ക് കാറ്റഗറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ കാറ്റഗറി ആയിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി എസെൻഷ്യൽ ആണെങ്കിൽ ഗ്രോസറി, ഫാർമസി, പിന്നെ ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ്, AC റിപ്പയർ, എക്സ്റ്റൻഡഡ് വാറൻറ്റി, മൊബൈൽ പർച്ചേസ്, പിന്നെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ട്രാവൽ, പിന്നെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ്, പേയ്മെൻറ്റ്സ്, അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ താഴെയായിട്ട് നമുക്ക് സ്കാനർ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആയിട്ട് വരും. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ അവൈലബിൾ ആയുള്ള ഓഫറൊക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കും. ഗ്രോസറി, ഇലക്ട്രോണിക്സിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിന് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇൻഷുറൻസിലുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ നമുക്കിവിടെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് നമുക്ക് up to 5% ബെനിഫിറ്റ് വരെ ഓഫർ ചെയ്യുന്നുണ്ട്. ടാറ്റ ഇൻഫിനിറ്റി വേരിയൻ്റ് കാർഡ് ഉണ്ടെങ്കിൽ. പിന്നെ ഗ്രോസറീസിൽ up to 10% വരെ ഡിസ്കൗണ്ട് നേടാം. സോ അങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അറിയാം. പിന്നെ കാർട്ടാണ്. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്രസ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും സാധിക്കും. പിന്നെ പ്രൊഫൈൽ സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് UPI സെറ്റിംഗ്സ് ആണ്. അതുവഴി നമുക്ക് UPIയിലേക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, റുപേ കാർഡ് ആഡ് ചെയ്യാം, അത് റിമൂവ് ചെയ്യാം. അങ്ങനെ UPI മാനേജ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഓർഡർ എന്ന സെക്ഷനിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ട്രാൻസാക്ഷൻസിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ ബിൽ പേയ്മെൻറ്റ്സ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ അഡ്രസ്സ്, നമ്മുടെ കിട്ടിയ റിവാർഡ്സിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ നമ്മളിപ്പോൾ കണ്ടതൊക്കെ തന്നെയാണ്. മൈ കാർഡ്സ്, ഫ്രീ ക്രെഡിറ്റ് റിപ്പോർട്ട്, നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പ്രൊഫൈൽ സെക്ഷനിൽ ഓരോ കാറ്റഗറി ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇതാണ് ഏറ്റവും പുതിയ ടാറ്റ ന്യൂ ആപ്പ്. യൂസർ ഇൻ്റർഫേസ് എനിക്ക് പഴയതിനേക്കാൾ ഈ ഒരു യൂസർ ഇൻ്റർഫേസാണ് ഇഷ്ടപ്പെട്ടത്. ഹോം പേജൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്മൂത്താണ് കുറച്ചുകൂടി. മറ്റേ ഡിജിറ്റൽ ആകൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ അങ്ങനെയില്ല. പിന്നെ നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ കാർഡ് മാനേജ്മെൻറ്റ് കുറേ കൂടി ഈസിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ടാറ്റ ന്യൂ കോയിൻസിൻ്റെ മാനേജ്മെൻറ്റും കുറേ കൂടി ഈസി ആയിട്ട് ഇപ്പോൾ ഇതുവഴി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ ടാറ്റ ന്യൂ ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ടാറ്റ ന്യൂ ആപ്പ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി